പഴയങ്ങാടിയിൽ ഷുഹൈബ് അനുസ്മരണവും യുവജന റാലിയും സംഘടിപ്പിച്ചു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരുമറി കണക്ക് പറയാൻ CPM തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ജനകീയ കോടതിയിൽ CPMനെ കൊണ്ട് കണക്ക് പറയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ഷുഹൈബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സംശയവും വേണ്ട. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ സംരക്ഷണം ഒരുക്കുന്ന ഈ സർക്കാരിന് ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്ന, അക്രമങ്ങൾ നടത്തുന്ന, അങ്ങനെ കൊലപാതകത്തിന്റെയും അക്രമത്തിന്റെയും പേരിൽ വിലസുന്ന ഗുണ്ടകൾക്ക് വേണ്ടി പണം പിരിച്ചെടുത്ത് അവരെ തീറ്റിപ്പോറ്റുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിലിരിക്കാൻ വേണ്ടി പോകുന്നത് ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഈ മണ്ണിൽ കടന്നു വരും. കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ധനരാജിന്റെ മാത്രമല്ല, ഇന്നലകളിൽ ഓരോ രക്തസാക്ഷിയുടെ പേരിലും നിങ്ങൾ പിരിച്ചെടുത്ത പണം, ആ പണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? നിങ്ങൾ അത് കൊലയാളികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുഹൈബും ശരത്ലാലും കൃപേഷും പോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിപിടിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചെറുപ്പക്കാരന്റെ കഴുത്തിൽ മഴവെച്ചവന്റെ അവർക്ക് വേണ്ടിയിട്ടാണ് ആ പണം വിനിയോഗിച്ചിട്ടുള്ളതെങ്കിൽ ആ രക്തസാക്ഷിത്വ ഫണ്ടിന്റെ കണക്ക് ഈ മണ്ണിൽ നിങ്ങളെ കൊണ്ട് ജനകീയമായ വിചാരണ നടത്തി യൂത്ത് കോൺഗ്രസ് പറയിപ്പിക്കുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട് കണക്ക് പറയാതെ വന്നാൽ കൊലപാതകങ്ങൾ നടത്തുന്ന കൊടിസുനിമാരെ തീറ്റിപ്പോറ്റാനായി ഫണ്ട് ചെലവഴിച്ചെന്ന് കരുതേണ്ടി വരും. അടുത്ത കാലത്തായി തടവുകാരുടെ കൂലി വർദ്ധിപ്പിച്ചത് ഈ 640 രൂപ കൂലി വാങ്ങാൻ താമസിയാതെ N വാസു, K പത്മകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, ഭാഗ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് കഴിയട്ടെയെന്നും ആശംസിക്കുകയും ചെയ്തു. ഷുഹൈബ് വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള നിയമ പോരാട്ടം വിജയിപ്പിക്കുമെന്നും ജനീഷ് പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുഖ്യ പ്രഭാഷണം നടത്തി. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ സന്ദീപ് വാര്യർ സംസാരിച്ചു. ബിനു പള്ളിയിൽ, ശ്രാവൺ റാവു, MP ഉണ്ണികൃഷ്ണൻ, റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ബ്ലാത്തൂർ, സുദീപ് ജെയിംസ്, ജോമോൻ ജോസ്, VP അബ്ദുൾ റഷീദ്, നൌഷാദ് വാഴവളപ്പിൽ, K ബ്രിജേഷ് കുമാർ, അജിത് കുമാർ മാട്ടോൽ, രാജീവൻ കപ്പച്ചേരി, രാഹുൽ വെച്ചിയോട്ട്, ജഷീർ പള്ളിവയൽ, P മുഹമ്മദ് ഷമ്മാസ്, ജോഷി കണ്ടത്തിൽ, സന്ദീപ് പാണപ്പുഴ, K കമൽജിത്ത്, റോബർട്ട് വെള്ളാംവള്ളി, മുഹമ്മദ് മുഹസിൻ കാദിയോട് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. അടുത്തിലിൽ നിന്നും ആരംഭിച്ച യുവജന റാലി പഴയങ്ങാടിയിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. വൻ ജനാവലിയാണ് റാലിയിലും സമ്മേളനത്തിലും പങ്കുചേർന്നത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.